4 മാസം മുമ്പേ തീരുമാനിച്ചിരുന്നു BJP-യിലേക്ക് പോകാനെന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞു. കൃത്യമായ കണക്ക് BJP-ക്ക് കൊടുത്തിട്ട് വിറ്റതാണ്, കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിന് വിറ്റതാണ് ഇപ്പോൾ കണ്ട കാഴ്ച. 6 മാസം മുമ്പേ ഇവർ കണക്ക് കൂട്ടിയായിരുന്നു. ഞാൻ 2020-യുടെ സജീവ പ്രവർത്തനമായിരുന്നു വന്നത്. അപ്പോൾ ഈ ലോയൽറ്റി കാർഡ് എന്നും പറഞ്ഞ് ഇവരൊരു ഫോം അടിച്ച് തന്നിട്ട് വാർഡ് മെമ്പറെ കിറ്റെക്സിൽ 200 എക്സിക്യൂട്ടീവുകളെയാണ് ഇവർ വെച്ചേക്കുന്നത്. ഓരോ വാർഡിലും 5-6 പേർക്ക് ചുമതല കൊടുത്തിട്ട് അവരോട് പറയും ഒരു ദിവസം 20 വീട് കയറാനാണ് പറഞ്ഞത്. വാർഡ് മെമ്പർ, വാർഡ് പ്രസിഡന്റ്, അതുപോലെ കിറ്റെക്സിൻ്റെ എക്സിക്യൂട്ടീവ്, ഇത്രയും പേര് ഓരോ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ എത്ര പേരുണ്ട്, അവരുടെ തൊഴിലെന്താണ്, അവരുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, ആധാർ കാർഡുകളുടെ കോപ്പി, അതുപോലെ വരുമാനം എത്രയുണ്ട്, അവർക്ക് എന്തൊക്കെയുണ്ട്, മക്കളാർക്ക് ഗൾഫിലുണ്ട്, അവരുടെ ജാതി, മതം, ഇതെല്ലാം കോളം തിരിച്ച് ഒരു ഡേറ്റ അവർ തയ്യാറാക്കി. അവർ പറഞ്ഞ് ലോയൽറ്റി കാർഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ പോലെ മറ്റൊരു കാർഡ് കൊടുക്കുന്നതായിരുന്നു. ഈ ഡേറ്റയെല്ലാം കൃത്യമായിട്ട് എക്സിക്യൂട്ടീവുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വാർഡ് മെമ്പറെ കൊണ്ടും അല്ലാതെ മറ്റുള്ള അപ്പം ഞങ്ങളുടെ വാർഡ് മെമ്പർ നിജ ബൈജി ചോദിച്ചു, ഇത് ഈ ജാതി മതം അത് ശരിയായ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞത് നിജ ബൈജുവിന് 20,000 രൂപയായിരുന്നു മുതലാളി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ശമ്പളം കൊടുക്കുന്നുണ്ട്. 20,000 രൂപ 5,000 ചോദ്യം ചോദിച്ചതിന് 5,000 രൂപ കട്ടിയത്. ഈ ജാതി മതം കൊണ്ട് നാട്ടുകാരുടെ ഇടയിലേക്ക് ചെല്ലാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞാൽ 5,000 രൂപ കട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വാർഡിൽ ഒരു 9 വയസ്സ് ഉള്ളൊരു കൊച്ചിന് ക്യാൻസർ ബാധിച്ചു. സ്വാഭാവികമായിട്ടും നാട്ടുകാരെല്ലാവരോടും കൂടിയാലോ സഹായിക്കണേ. ആ കൊച്ചിൻ്റെ അമ്മ വാർഡ് മെമ്പറെ വിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, മോളെ എൻ്റെ കൊച്ചിന് ഇങ്ങനെ അസുഖമാണ്, പൈസ ചികിത്സിക്കില്ല. അപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞു, ചേച്ചി കുഴപ്പമില്ല, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. CPM, കോൺഗ്രസ്, ജെയിൻസേട്ടനൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും ഇവിടെ കൂടി ഞങ്ങൾ അവിടെ ലൈബ്രറിയിൽ വെച്ചൊരു മീറ്റിംഗ് വെച്ചു. അപ്പോൾ തന്നെ വാർഡ് മെമ്പർക്കും കോൾ വന്നു, ഓഫീസിൽ നിന്ന് പോകരുത്. ഞങ്ങൾ ആ 2020-യുടെ മെമ്പർ ഇല്ലാണ്ട് ഞങ്ങളവിടെ കൂടി മെമ്പർ പുറത്തുനിന്ന് സഹായിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും കൂടി ഫണ്ട് സ്വരൂപിച്ച് ആ കൊച്ചിൻ്റെ ചികിത്സ നടത്തി ആ കൊച്ചിപ്പോൾ സുഖമായിട്ടിരിക്കും. ഇതുപോലെ ഒരു മനുഷ്യനെ സഹായിക്കാനായിട്ട് പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ. PR വർക്കിലല്ലാണ്ട് വേറെ ഒന്നുമില്ല. സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു ഇതും ചെയ്തിട്ടില്ല. 450 കിറ്റ് വെച്ച് ഓരോ വാർഡിലേക്കും കൊടുത്തിട്ടുണ്ട് ഈ ഇലക്ഷന് തലയാഴ്ച. ആ വാർഡുകളിലൊന്നും 300 വോട്ട് 350 വോട്ടിലേക്ക് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായതുകൊണ്ടാണ്. ഇത് കിറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് യാതൊരു ജനാധിപത്യ പ്രവർത്തനമില്ല. 4 മാസം മുമ്പേ തീരുമാനിച്ചിരുന്നു BJP-യിലേക്ക് പോകാനെന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ആളുകളെ കൊണ്ട് BJP-ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു. ഇത്ര ന്യൂനപക്ഷങ്ങളുണ്ട്, ഇത്ര ക്രിസ്ത്യാനി ഉണ്ട്, അതിനകത്ത് ഇത്ര യാക്കോബിറ്റ് ഉണ്ട്, ഇത്ര ഓർത്തഡോക്സ് ഉണ്ട്, കത്തോലിക്കർ ഇത്ര പേരുണ്ട്, ജമാഅത്ത് ഇത്ര ഉണ്ടെന്നുള്ള കൃത്യമായ കണക്ക് BJP-ക്ക് കൊടുത്തിട്ട് വിറ്റതാണ്, കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിന് വിറ്റതാണ് ഇപ്പോൾ കണ്ട കാഴ്ച.